നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഓമക്കായ ഉപ്പേരിയാണ്. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ സൈഡ് ഡിഷ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓമക്കായ എടുത്തിട്ടുണ്ട്. ഓമക്കായ എന്നും പപ്പായ എന്നൊക്കെ ഇതിന് പേര് പറയും നമ്മൾ. അപ്പോൾ ഇത് തോലൊക്കെ ചേർത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ മുറിച്ചിട്ട് നമുക്കിതിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റാം. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഓരോ റെസിപ്പികളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോസ് കാണുന്നവരിൽ നല്ല കുക്കിംഗ് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളും അതുപോലെ തന്നെ സീക്രറ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. നമ്മുടെ ഓമക്കായെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പം ഞാൻ നുറുക്കി വെച്ച നമ്മുടെ ഓമക്കായ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഓമക്കായ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി. ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ വിസിൽ മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഓമക്കായപ്പേരി വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പ് എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പാടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ചീഞ്ചട്ടി വെക്കണം നമ്മുടെ ഉപ്പേരി വറവിടാനായിട്ട്. അതിനുവേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി നന്നായി ഒന്ന് മൂക്കട്ടെ. ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളകും പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകും പൊടിക്ക് പകരം നമുക്ക് വറ്റൽമുളക് ആയാലും കുഴപ്പമില്ല. ഞാനിത് ചേർത്തിരിക്കുന്നത് മുളകും പൊടിയാണ്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച ഓമക്കായ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ ഓമക്കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതെന്ന് പറയുന്നത് ടേസ്റ്റി ആൻഡ് ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. ഒപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.